ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 16, 17, 18 വാക്യം. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 16, 17, 18 വാക്യങ്ങൾ. ഒരാൾ മൈക്കിലൂടെ ശബ്ദം ഉയർത്തി വായിച്ചാട്ടെ. യഹോവ ഏലിയാവ് മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയതുമില്ല. അനന്തരം വീട്ടുടമക്കാരിയായ സ്ത്രീയുടെ മകൻ ദീനം പിടിച്ചു കിടപ്പിലായി. ദീനം കടുത്തിട്ട് അവനിൽ ശ്വാസമില്ലാതെയായി. അപ്പോൾ അവൾ ഏലിയാവോട്, അയ്യോ ദൈവപുരുഷനെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ പാപം ഓർമ്മിപ്പിക്കേണ്ടതിനും എൻ്റെ മകനെ കൊല്ലേണ്ടതിനും ആകുന്നുവോ നീ എൻ്റെ അടുക്കൽ വന്നത് എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ തിരുവെഴുത്ത് നാം ആദിയോടന്തം പഠിക്കുമ്പോൾ ദൈവത്തിനു വേണ്ടി പ്രതികൂലത്തിൻ്റെ നടുവിലും ശക്തമായി നിന്ന ഒരു അഭിഷക്തനെ കുറിച്ചാണ് നാം വായിച്ച് കേട്ടത്. അദ്ദേഹത്തിൻ്റെ പേര് ഏലിയാവെന്നാണ്. ഏലിയാവിനെ കുറിച്ച് അധികമൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. എങ്കിലും പുതിയ നിയമത്തിൽ വരുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനെന്നാണ്. എന്ന് പറഞ്ഞാൽ വിശപ്പും ദാഹവും ക്ഷീണവും പിന്നെ സങ്കടവും സന്തോഷവും വെറുപ്പും സ്നേഹവും ഒക്കെ ഉള്ള നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ് ഏലിയാവെന്ന് വിശുദ്ധ തിരുവെഴുത്തിൽ നമുക്ക് വായിക്കുമ്പോൾ കാണാൻ കഴിയും. ഇങ്ങനെയുള്ള ഒരു ഏലിയാവിനെ സർവശക്തനായ ദൈവം ഒരു ദൗത്യമേൽപ്പിച്ചു. അത് മറ്റൊന്നുമല്ല, മാനവരാശിയുടെ വീണ്ടെടുപ്പ്. അത് ഏലിയാവിലൂടെ വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിച്ചു. ദൈവം ഏലിയാവിനോട് പറഞ്ഞൊരു വാക്കിതാണ്, ദേശം പാപത്താൽ നിറയപ്പെട്ടു, ദൈവകോപം ഭൂതലത്തിൽ വെളിപ്പെടുവാൻ സമയമായിരിക്കുന്നു. അവർ മനം തിരിഞ്ഞില്ല എങ്കിൽ ഞാൻ എൻ്റെ കോപത്തെ അവരുടെ മേൽ അയക്കും. ആ രാജ്യം ഭരിക്കുന്ന രാജാവിനോട് ചെന്ന് പറയുവാൻ ഏലിയാവിനെ യഹോവയായ ദൈവം ആഹാബിൻ്റെ അടുക്കലേക്ക് അയച്ചു. ധൈര്യത്തോടെ ആഹാബിൻ്റെ അടുക്കൽ ഏലിയാവ് ചെന്ന് പറഞ്ഞത് ഇതാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും പെയ്യുകയില്ല. വിശുദ്ധ തിരുവെഴുത്ത് നാം പഠിക്കുമ്പോൾ അവിടെ കാണുന്ന ഒരു കാര്യം, ദൈവം പറയുവാൻ ഏലിയാവിനോട് പറഞ്ഞു. എന്താണ് പറയാൻ പറഞ്ഞത്? യഹോവയായ ഞാൻ പറഞ്ഞല്ലാതെ. സ്വത്രം. ഏലിയാവ് എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞല്ലാതെ. സ്വത്രം. അങ്ങനെയാണെങ്കിൽ ഏലിയാവ് ദൈവം പറഞ്ഞ അരുളപ്പാട് മാറ്റി പറഞ്ഞോ? നമ്മളൊന്ന് ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ദൈവം പറഞ്ഞു എന്ന് പറയേണ്ടതിന് പകരം ഏലിയാവ് പറയുകയാണ്, ഞാൻ പറഞ്ഞല്ലാതെ. അങ്ങനെയെങ്കിൽ ഒരു കൺഫ്യൂഷനും വേണ്ട. വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, അപ്പോൾ നീ പറയേണ്ടത് ഞാൻ നിൻ്റെ വായിൽ തരും, അത് നീ പറയുക. സ്വത്രം. അതാ ഏലിയാവും പറഞ്ഞത്. ഒന്നുകൂടി നാം വിശുദ്ധ ബൈബിൾ പഠിച്ചാൽ ദൈവത്തിൻ്റെ വായായി തൻ്റെ അഭിഷക്തന്മാരുടെയും തൻ്റെ അഭിഷക്തരുടെയാണ് ദൈവം ലോകത്തോട് സംസാരിക്കുന്നത്. മനസ്സിലായ ഒരു ഹല്ലേലൂയ പറ. അപ്പം നീ ആരാണ്? ദൈവത്തിൻ്റെ ദാസന. നീ ആരാണ്? ദൈവത്തിൻ്റെ ദാസിയ. അങ്ങനെ നിൻ്റെ വായിലൂടെയാണ് ദൈവം മറ്റുള്ളവർ സംസാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിൻ്റെ വാ ദൈവത്തിൻ്റെ വായാണ്. ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നു, ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തലുള്ള വാളാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഒന്ന് ദൈവത്തിൻ്റെ വാ, മറ്റൊന്ന് നിൻ്റെ വാ. ദൈവത്തിൻ്റെ വാ നിന്നിലൂടെ സംസാരിക്കുന്ന ദൈവത്തിൻ്റെ വചനം, അത് ചെല്ലുന്നിടത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടും. അങ്ങനെയാണെങ്കിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയാണ് നിങ്ങളും ഞാനും. അങ്ങനെയാണെങ്കിൽ നാം എന്തു ചെയ്യണം? ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നമ്മെ സമർപ്പിക്കണം.
അങ്ങനെ ഏലിയാവ് ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിച്ച് ആഹാബിൻ്റെ അടുക്കൽ പോയി ദൈവിക അരുളപ്പാട് അറിയിച്ചിട്ട് ഏലിയാവിനോട് ദൈവം പറഞ്ഞത് കേട്ട് സാറാപത്തിൽ വിധവയുടെ അടുക്കലേക്ക് ചെല്ല്, നിന്നെ ഞാൻ അവളെ കൊണ്ട് പുലർത്തും. സ്തോത്രം. ഏലിയാവ് നേരെ സാറാഭത്തിലെ വിധവയുടെ ഭവനത്തിലേക്ക് ചെല്ലുകയാണ്. സ്തോത്രം. ചെന്നപ്പോൾ സ്തോത്രം അവളോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു, നല്ല വിശപ്പുണ്ട്, അതുകൊണ്ട് എനിക്ക് കഴിക്കുവാനും കുടിക്കുവാനും എനിക്ക് അല്പം കൊണ്ടുതരണമേ. സ്തോത്രം. നോക്ക്, ഏലിയാവ് പറയുന്നത് കേട്ടപ്പോൾ ആ വിധവ പറഞ്ഞ ഒരു വാക്ക് ഇവിടെ മുൻപ് എഴുതിയിട്ടുണ്ട്. സ്തോത്രം. എൻ്റെ കലത്തിൽ ഒരു പിടി മാവും അല്പം എണ്ണയുമല്ലാതെ മറ്റൊന്നുമില്ല, നിനക്കും കൂടി തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം എവിടെ നിന്നോ വിശന്ന് ദാഹിച്ചു വലഞ്ഞു വന്നതല്ലേ, നിനക്ക് കൂടി തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ കരത്തിൽ ഇല്ല, ഉള്ളത് അല്പം മാത്രമാണ്. അത് എനിക്കും എൻ്റെ കുഞ്ഞിനും വേണ്ടി ഞാൻ ശേഷിപ്പിച്ച് വച്ചിരിക്കുന്നത്. അത് ഒരു നേരത്തേക്കേ ഉള്ളൂ. അത് തിന്ന് ഞങ്ങൾ മരിക്കുവാനിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞേ, നിന്നെ കർത്താവ് കണ്ടിട്ടുണ്ടെങ്കിൽ, നിന്റെ പേര് അവൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ, നിന്നെ തിരഞ്ഞെടുത്തെന്ന് നിനക്കുറപ്പുണ്ടെങ്കിൽ, എന്തെല്ലാം കുറവ് നിന്റെ ജീവിതത്തിൽ വന്നാലും ആ കുറവ് മാറ്റി നിറയ്ക്കാൻ കഴിവുള്ളവനെയാണ് നീ സേവിക്കുന്നതും ആരാധിക്കുന്നതും. നീ വിശ്വസിച്ചുകൊണ്ട് മുഴുമഹത്വം ദൈവത്തിന് കൊടുക്ക്. മനുഷ്യർ മാറിപ്പോകും. സ്തോത്രം. ലോകം മാറിപ്പോകും, മാതാപിതാക്കൾ അകന്നു പോകും, സ്നേഹിതർ അകന്നു പോകും, അധികാരികൾ മാറി നിൽക്കും. പക്ഷേ വാക്ക് പറഞ്ഞ എൻ്റെ കർത്താവ് മാറിപ്പോകത്തില്ല. കാരണം അവൻ വിളിച്ചത് അവൻ്റെ ദൗത്യം ചെയ്തെടുക്കാനാ. അങ്ങനെയാണെങ്കിൽ ആ ദൗത്യം ചെയ്തെടുക്കാൻ നിൽക്കുന്ന നീ ആരുടെ മുമ്പിൽ തല കുനിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. അതുകൊണ്ട് പൂർണ്ണമായി കർത്താവിൽ അങ്ങ് വിശ്വസിക്ക്. സ്തോത്രം. പൂർണ്ണമായി ദൈവത്തിൽ വിശ്വസിച്ച് മഹത്വം മുഴുവനും ദൈവത്തിന് കൊടുക്കാൻ തയ്യാറായാൽ, സ്തോത്രം, എൻ്റെ ദൈവം നിന്നെ ആരുടെ മുമ്പിൽ ലജ്ജിപ്പിക്കുവാൻ ഇടവരുത്തത്തില്ല. സ്തോത്രം. നീ പറയുന്നത് സംഭവിക്കും. സ്തോത്രം. നിന്നിലൂടെ ദേശത്ത് ദൈവമഹത്വം വെളിപ്പെടും. നിൻ്റെ വായിൽ നിന്ന് പുറത്തു വരുന്ന ആ ദൈവവചനത്തിൻ്റെ ആ ആഴം മനസ്സിലാക്കിയിട്ട് ജനം നിങ്ങളിലേക്ക് അടുത്തു വരും. സ്തോത്രം. നോക്ക്, ഇവിടെ പറയുന്ന സ്തോത്രം, ഏലിയാവ് സ്തോത്രം മുഖാന്തരം അരുളി ചെയ്ത പ്രകാരം കലത്തിലെ മാവ് തീർന്നു പോയില്ല. സ്തോത്രം. അല്പമേ ഉള്ളൂ, അത് എനിക്കും എൻ്റെ കുഞ്ഞിനും വേണ്ടി ഉള്ളതാ. അത് ഞങ്ങൾക്കിനി നാളെ ഉണ്ടാവത്തില്ല. ഞങ്ങൾ ഇന്ന് അത് തിന്ന് അവസാന അത്താഴം കഴിച്ച് മരിക്കാനിരിക്കുക. സ്തോത്രം. പ്രിയ ദൈവ പൈതലേ, നിൻ്റെ അല്പത്തിലുണ്ടല്ലോ അധികം തന്ന് നിറപ്പാൻ എൻ്റെ കർത്താവ് മതിയായവനാ. നിനക്ക് തന്നത് ദൈവമാണെന്നും നിന്നെ ഇന്നുവരെ നടത്തിയത് ദൈവമാണെന്നും ഇവിടുത്തോളം കൊണ്ടുവന്നത് ദൈവമാണെന്നും നിനക്കുറപ്പുണ്ടെങ്കിൽ, ആ ഏലിയാവ് പറഞ്ഞ വാക്ക് കേട്ട വിധവ ചെയ്തതുപോലെ നിന്നോട് ദൈവം ചെയ്ത വാഗ്ദത്തത്തെ നീ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവമഹത്വത്തിന് വേണ്ടി നീ നിന്ന് നോക്ക്. നിനക്ക് ദൈവം തരുന്ന നന്മയ്ക്ക് അതിന് മറുപടിയായി അവൻ്റെ നാമമഹത്വത്തിന് കൊടുത്തു നോക്ക്. ദൈവസനിൽ വന്നു നോക്ക്. ദൈവത്തെ ഉയർത്തി നോക്ക്. ദൈവം നിന്നെ മാനിക്കാതെ വിടുകയില്ല. പിശാച് നിന്നിലെ കുറവുകളെ ചൂണ്ടിക്കാണിച്ച് നിന്റെ വിശ്വാസത്തെ തകർത്ത് ലോകത്തിലൊരു പരസ്യക്കോലമാക്കുവാൻ വേണ്ടി പല മുഖാന്തരങ്ങളെ ഒരുക്കി അവൻ നിൻ്റെ അടുക്കൽ കടന്നു വരും. എന്നാൽ ദൈവപ്പൈതലേ, നീ തിരിച്ചറിയണം, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന്. സ്തോത്രം. നമുക്ക് ഏലിയാവിന് എങ്ങനെ മനസ്സിലായെന്നറിയാമോ? ദൈവം പറഞ്ഞത് അതുപോലെ ദൈവം ചെയ്തെടുത്തു. എന്താ പറഞ്ഞത്? സ്തോത്രം. നീ തോട്ടിൻ്റെ കരയിൽ പോയിരിക്കണം,
അവിടുത്തെ വെള്ളം കുടിച്ചുകൊള്ളണം. കാക്ക നിനക്ക് വിശപ്പിനുള്ള ആഹാരം കൊണ്ടുതരും. ഏലിയാവ് അത് കണ്ടു. സ്തോത്രം. അത് തീർന്നപ്പോൾ സ്തോത്രം ഏലിയാവ് ഇട്ടേച്ചു പോയില്ല. കുറവ് വന്നപ്പോൾ ഏലിയാവ് പിറുപിറുത്തില്ല. സ്തോത്രം. അവിടെ നിന്ന് പോകാൻ പറഞ്ഞപ്പോൾ എന്നെക്കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞില്ല. സ്തോത്രം. പിന്നെയോ കർത്താവ് പറയുന്നത് അനുസരിച്ച് മുൻപോട്ട് യാത്ര ചെയ്യാൻ തയ്യാറായി. ഇന്നല്ല പകൽക്കാലം നിങ്ങളോട് പറയട്ടെ, സാഹചര്യങ്ങളെ നോക്കിയാൽ ഒരിക്കലും നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റത്തില്ല. നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവരെ നിൽക്കുന്നവരെ നോക്കിയാൽ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റത്തില്ല. സ്തോത്രം. ദൈവം പറയുന്നത് കേട്ട് അനുസരിച്ച് മുൻപോട്ട് പോകാൻ തയ്യാറായാൽ നീ പോകുന്ന വഴിയിൽ ഒന്നിനും മുട്ടില്ലാതെ സർവശക്തനായ ദൈവം നീ ആഗ്രഹിക്കുന്ന തുറമുഖത്ത് നിന്നെ എത്തിക്കും. സ്തോത്രം. കർത്താവ് പറയുന്ന ഒരു കാര്യം നാം വ്യക്തമായി മനസ്സിലാക്കണമേ. സകലത്തിനും മഹത്വം ദൈവത്തിന് കൊടുക്കണം. സർവത്തിനും മഹത്വം ദൈവത്തിന് കൊടുക്കണം. നിനക്ക് മക്കളെ തന്നിട്ടുണ്ടെങ്കിൽ ആ മക്കളെ ദൈവത്തിന് കൊടുക്കണം. നിനക്ക് ഭവനം തന്നിട്ടുണ്ടെങ്കിൽ ആ ഭവനം ദൈവത്തിന് കൊടുക്കണം. നിനക്ക് ഉപജീവന മാർഗത്തിൽ നന്മ തന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന് കൊടുക്കണം. നിന്നെ പൂർണ്ണമായി ദൈവത്തിന് കൊടുക്കണം. ഞാനൊരു സാധാരണ വ്യക്തിയല്ല, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ പൈതല. ഞാനൊരു സാധാരണ വ്യക്തിയല്ല, രാജകീയ പുരോഹിത വർഗമാ. അങ്ങനെയാണെങ്കിൽ ഒരുത്തനും എൻ്റെ മുമ്പിൽ നിവർന്നു നിൽക്കുവാൻ ഞാൻ സേവിക്കുന്ന ദൈവം സമ്മതിക്കത്തില്ലെന്ന് നീ വിശ്വസിക്കണം. ആരെയും അടിച്ചമർത്തുകയല്ല വേണ്ടത്, ആരെയും ശാസിച്ച് മാറ്റി നിർത്തുകയല്ല വേണ്ടത്. നിൻ്റെ അകത്തെ വിശ്വാസം അത് പൂർണ്ണമായിരുന്നാൽ നിൻ്റെ മുമ്പിൽ ആരും നിവർന്നു നിൽക്കുവാൻ ഇടവരത്തില്ല. നോക്ക്, ഇല്ല എന്ന് പറഞ്ഞെങ്കിലും ആ ഏലിയാവിൻ്റെ നാവിൽ നിന്ന് കേട്ട വാക്ക് അവൾ വിശ്വസിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്കില്ലാത്തത് വിശ്വാസമാ. നമ്മുടെ പേര് വിശ്വാസി എന്ന. സ്വത്രം. അങ്ങനെയാണെങ്കിൽ ആ പാവപ്പെട്ട സഹോദരി മരിക്കാൻ ആഗ്രഹിച്ചിട്ട് സ്വത്രം ഉള്ളതിപ്പം ആർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു? വിശന്ന് വലഞ്ഞു വന്ന ഏലിയാവിന് കൊടുക്കാൻ തീരുമാനിച്ചു. സ്വത്രം. നമ്മളാണെങ്കിൽ ചെയ്യുമോ? ഒരിക്കലുമില്ല. സ്വത്രം. എന്തുകൊണ്ടാണ് ചെയ്യാത്ത? ഉള്ളതങ്ങ് തിന്ന് തീർക്കാമെന്നേ വിചാരിക്കത്തുള്ളൂ. പക്ഷേ ആ സഹോദരി എന്തുകൊണ്ടായിരിക്കുമെന്ന് ഞാനിങ്ങനെ ചിന്തിക്കുക. ഞാൻ തിന്നാലും ചാവും, തിന്നില്ലെങ്കിൽ ചാവും. അങ്ങനെയാണെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് എന്നെക്കൊണ്ട് കഴിയുന്ന സ്വത്രം ഒരു നന്മ അത് ആ മനുഷ്യന് കൊടുത്തിട്ട് ചാവാം. സ്വത്രം. നമുക്ക് എത്ര പേർക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയും? സ്വത്രം. നമുക്ക് എത്ര പേർക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയും? കർത്താവേ, എനിക്കില്ലെങ്കിലും, എൻ്റെ കുഞ്ഞിനില്ലെങ്കിലും, എൻ്റെ കൂട്ടാളിക്കില്ലെങ്കിലും കർത്താവെ, അവർ അനാഥരായി പോകുവാൻ ഇടവരുത്തല്ലേ. അവൻ്റെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകാൻ ഇടവരുത്തല്ലേ. അവൻ്റെ കൂട്ടാളി വീണു പോകാൻ സമ്മതിക്കല്ലെന്ന് നീ പ്രാർത്ഥിച്ചു നോക്ക്. നിൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും, നിൻ്റെ കൂട്ടാളി അനുഗ്രഹിക്കപ്പെടും, നിൻ്റെ കുടുംബത്തിനകത്തെ കലവറ നിറയും. പക്ഷെ നമ്മൾ പലപ്പോഴും നമുക്ക് തികഞ്ഞിട്ട് വേണ്ടേ മറ്റുള്ളവർക്ക് കൊടുക്കാനും, നമുക്ക് തികഞ്ഞിട്ട് വേണ്ടേ മറ്റുള്ളവർക്ക് കൊണ്ട് പ്രാർത്ഥിക്കാനും. ഇങ്ങനൊരു മനോഭാവം നമ്മുടെ അകത്ത് കിടക്കുന്നിടത്തോളം കാലം നാം ഉയർച്ച പ്രാപിക്കത്തില്ല. കർത്താവ് പറഞ്ഞത് വിശക്കുന്നവന് തിന്നാൻ കൊടുക്കാനാണ് പറഞ്ഞത്. സ്വത്രം. കരയുന്നവൻ്റെ കണ്ണുനീര് തുടയ്ക്കാനാ പറഞ്ഞത്. സ്വത്രം. ഇപ്പം ദാ പ്രാപിച്ചോ, എടുത്തോ, ഇപ്പം കിട്ടുമെന്ന് പറഞ്ഞ് ആകാശത്തോട് നോക്കിയിരിക്കാനല്ല പറഞ്ഞത്. നിൻ്റെ കയ്യിൽ ഉള്ളത് അല്പമേ ഉള്ളെങ്കിലും അത് കരയുന്നവന് കൊടുക്കുവാൻ, അത് ആവശ്യമുള്ളവന് കൊടുക്കുവാൻ, നിൻ്റെ ഇല്ലായ്മയിൽ നിന്ന് പങ്കുവെപ്പാൻ നീ തയ്യാറുണ്ടെങ്കിൽ നിൻ്റെ കലത്തിലെ മാവ് കുറയുവാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. സ്തോത്രം. നിൻ്റെ കലശത്തിൽ എണ്ണ വറ്റിപ്പോകുവാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. ഒരു പക്ഷേ നീ പുറകോട്ട് നോക്കിയാൽ അടുത്ത ദിവസം നിൻ്റെ മുമ്പിൽ ഒന്നും കണ്ടെന്നു വരത്തില്ല. പക്ഷേ ഇല്ലായ്മയിൽ നിന്ന് സകലത്തെയും വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാ നീ ആരാധിക്കുന്നു, സേവിക്കുന്നു. അവൻ്റെ മകനും മകളുമാ നീ എന്ന് വിശ്വസിക്കുകയും ചെയ്താൽ കുഞ്ഞേ, നിൻ്റെ പുറകും
മുമ്പുമുള്ളത് സ്വർഗം കരുതിയിരിക്കും. ഈ 59 വർഷക്കാലം അത് കണ്ടിട്ടും അത് അനുഭവിച്ചു വിട്ടുക നിങ്ങളോട് പറയുന്നത്, മറ്റുള്ളവർ നിന്നെ അംഗീകരിച്ചൊന്നും വരത്തില്ല. നിന്റെ കുടുംബം ദേശത്ത് ചെറുതാണെന്ന് ഒരു പക്ഷെ നിനക്ക് തോന്നാം, ഇല്ലെങ്കിൽ നിന്റെ കൂട്ട് സഹോദരങ്ങൾ പറയുന്നുണ്ടായിരിക്കും നീ ഇങ്ങനെ തന്നെ ഇല്ലാതാകുമെന്ന്. ആ നിമിഷം എന്ത് പറയുന്നറിയാമോ? അവരെ കുറ്റമല്ല പറയേണ്ടത്, പകരം പറയും ഞാൻ ഇങ്ങനെ തന്നെ ഇല്ലാതായാലും യോബ് പറയുന്നത് പോലെ എൻ്റെ അരുമനാഥൻ്റെ അടുക്ക ചെല്ലും, എൻ്റെ കഷ്ടങ്ങൾ മറന്ന് സന്തോഷത്തോടെ ഞാൻ അവനോടുകൂടെ വസിക്കും. എന്നാൽ എൻ്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, അതിന് മുൻപ് ഏതിനു മുമ്പ് സ്വത്രം നിത്യരാജ്യത്തിൽ എൻ്റെ കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുന്നതിന് മുൻപ് അവൻ എന്നെ ഇവിടെ നിറയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ എന്നെ നിറയ്ക്കും. ഇനി നിറച്ചില്ലെങ്കിലും എൻ്റെ കർത്താവിൻ്റെ സന്നിധി വിട്ട് ഞാൻ മാറി പോകത്തില്ല. അവൻ്റെ വാഗ്ദത്തങ്ങളെ മറന്ന് ഞാൻ യാത്ര ചെയ്യത്തില്ല. അവൻ ചെയ്ത നന്മകളെ ഓർക്കാതെ ഞാൻ നിൽക്കത്തില്ല. എന്നും ഓർമ്മയുള്ളവനെ ദൈവത്തിന് മഹത്വം കൊടുക്കുമെന്ന് നീ പറഞ്ഞു നോക്ക്. സ്വത്രം നമ്മുടെ അപ്പച്ചന്മാരെ എടുത്ത് പഠിച്ചാ അവരൊരിക്കലും ഈ ലോകത്തെ സ്നേഹിച്ചിരുന്നില്ല, ലോകത്തിന് നന്മയെ സ്നേഹിച്ചിരുന്നില്ല. പക്ഷെ ഇന്നുള്ളവരോ ലോകത്തെ സ്നേഹിക്കുന്നുണ്ട്, ലോകത്തിന് നന്മയെ സ്നേഹിക്കുന്നുണ്ട്, ലോകത്തിന് സ്ഥാനങ്ങളെയും മാനങ്ങളെയും പദവിയെ സ്നേഹിക്കുന്നുണ്ട്. ഇങ്ങനെ ലോകസ്നേഹം ദൈവമക്കളിൽ കടന്നു വന്നതുകൊണ്ട് അവരിൽ നിന്ന് ദൈവസ്നേഹം നഷ്ടപ്പെട്ടു. സ്വത്രം ലോകസ്നേഹം ദൈവമക്കളുടെ അകത്ത് കടന്നു വന്നപ്പോൾ അവരിൽ നിന്ന് ദൈവസ്നേഹം നഷ്ടപ്പെട്ടു. ആ തക്കം നോക്കി ആരവൻ്റെ അകത്ത് കയറിയെന്നറിയാമോ? പിശാച് കയറി. സ്വത്രം പിശാച് കയറിയിട്ട് ഓരോ ചോദ്യങ്ങളും കൊണ്ട് ചോദിക്കാൻ തുടങ്ങി. സ്വത്രം നമുക്ക് സാറാപത്തിലെ വിധവയത്തൻ എടുക്കാം. സഹോദരി, നീ നിന്റെ കൊച്ചിന് വേണ്ടി കരുതി വെച്ചതല്ലേ? എവിടുന്നോ വന്ന് ഒരുത്തൻ വിശക്കുന്നെന്ന് പറഞ്ഞപ്പോൾ, ദാഹിക്കെന്ന് പറഞ്ഞപ്പം നിന്റെ കൊച്ചിനെ പോലും മറന്ന് നീ കൊണ്ടു കൊടുക്കാൻ തയ്യാറായില്ലേ? എന്നിട്ട് നിന്നെ എന്ത് നേടി? നിന്റെ കുഞ്ഞ് മരിച്ചു പോയില്ലേ? ആ ഒരു നേരത്തെ ആഹാരം ആ കുഞ്ഞിന് കൊടുത്തിരുന്നുവെങ്കിൽ ആ കുഞ്ഞ് ജീവിച്ചിരിക്കില്ലായിരുന്നോ? പറഞ്ഞത് ശരിയല്ലേ? പക്ഷെ ആ ഒരു നേരം കഴിഞ്ഞാൽ എന്തു ചെയ്യും? ഏലിയാവ് എന്തോ പറഞ്ഞത്? നീ ഉള്ളത് നീ കൊണ്ടുവാ മക്കളെ, ക്ഷാമം തീരുന്ന നാൾ വരെയും നിന്റെ കലത്തിലെ മാവ് കുറയത്തില്ല കുഞ്ഞെ, നിന്റെ കലശത്തിൽ എണ്ണ വറ്റിപ്പോകത്തില്ല കുഞ്ഞെ. നീ കൊണ്ടുവരുന്നത് ദൈവമഹത്വത്തിന് വേണ്ടിയാണെങ്കിൽ നിനക്ക് കുറവ് വരുവാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. ഇന്ന് പകൽക്കാലം വിശ്വസിക്ക്. അങ്ങനെ കൊടുത്ത അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഇന്നും ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്, അവൻ സകലത്തിനും സർവത്തിനും മതിയായവൻ, അവൻ എന്നെ ഒരു നാളും അനാഥനായി വിട്ടിട്ടില്ലെന്ന്. നമ്മുടെയൊക്കെ വിശ്വാസം എന്തോന്നറിയാമോ? അയ്യോ, ഞാൻ അവന് കൊടുത്താ ഞാൻ പിന്നെ എന്തോ ചെയ്യും? അയ്യോ, ഞാൻ അവനെ വീട്ടിൽ കയറ്റിയ എൻ്റെ വീട് നശിച്ചു പോകത്തില്ലയോ? ഇനി എൻ്റെ വിലപ്പെട്ട സമയം ഞാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെലവഴിച്ച ആ സമയത്ത് 10 രൂപ ഉണ്ടാക്കാൻ പറ്റുന്ന സമയമാണ്, അത് നഷ്ടപ്പെട്ടു പോകത്തില്ലയോ? നമ്മുടെ ചിന്തകൾ എത്ര വലുതാണെന്നറിയാമോ? പക്ഷെ നമ്മുടെ ചിന്തകൾക്കും വിചാരങ്ങൾക്കും അപ്പുറത്താ നിനക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന മഹത്വമൊന്ന് നീ ഓർത്താലുണ്ടല്ലോ, സകലതും സർവവും മറന്ന് നീ ദൈവത്തിന് മഹത്വം കൊടുക്കും. നീ ദൈവത്തോട് കൂടെ നിൽക്കും. കാരണം പട്ടു പോകാമായിരുന്ന സ്ഥാനത്ത് നിന്ന്, തകർത്ത് കളയമായിരുന്ന സ്ഥാനത്ത് നിന്ന്, പിശാച് നിന്റെ പ്രാണനെ ഈ നഷ്ടപ്പെടുത്തി കളയാൻ ശ്രമിച്ച സ്ഥാനത്ത് നിന്ന് ഭൂമിയുടെ മുൾപ്പരപ്പിൽ ജീവിക്കാനുള്ള കൃപ തന്ന ദൈവത്തിന് നീ മഹത്വം കൊടുക്കുന്നത് ഒരിക്കലും നഷ്ടമായി പോകത്തില്ല. അത് അനുഗ്രഹമായി നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരും. നമുക്ക് ആ സഹോദരിയോട് ചോദിച്ച ആ സഹോദരി പറയും, ഞാൻ അന്ന് അവൻ്റെ വിശപ്പിന് കൊടുത്തതുകൊണ്ട്, അവൻ്റെ ദാഹമടക്കുവാൻ സഹായിച്ചതുകൊണ്ട് എൻ്റെ കലത്തിലെ മാവ് കുറഞ്ഞില്ല. സ്വത്രം എൻ്റെ കലശത്തിൽ എണ്ണ നിറഞ്ഞു. സ്വത്രം നോക്ക്, എത്ര സന്തോഷമായി ദേശം മുഴുവനും ക്ഷാമത്തിനകത്ത് വിറങ്ങലിച്ച് നിരാശയുടെ അടിത്തട്ടിലേക്ക് മാനവരാശി മുഴുവനും മാറ്റപ്പെടുമ്പോൾ സ്വത്രം സാറാപത്തിലെ വിധവകളുടെ വീട്ടിൽ തീ പുകയുന്നു. സ്വത്രം തൻ്റെ മകൻ ഓടി നടക്കുന്നു. അമ്മാമ ഏലിയാവിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി എന്തൊക്കെ കൊടുത്താൽ മതിയാകുമെന്ന് പറഞ്ഞ് അമ്മാമ ഓടി നടന്ന് ഒരുപാട് കറികൾ വെച്ച്, ഒരുപാട് ചോറൊക്കെ വെച്ച് സ്വത്രം സന്തോഷത്തോടെ ഏലിയാവിനെ പോറ്റുക. സ്വത്രം
എൻ്റെ ദൈവം ഒന്ന് നോക്കി. എന്തുകൊണ്ടാണ് അവൾ സന്തോഷിക്കുന്നത്? എന്തുകൊണ്ടാണ് അവൾ സന്തോഷിക്കുന്നത്? ഇപ്പോൾ ക്ഷാമമില്ല, ക്ഷേമമായി പുലർത്തപ്പെടണം, എല്ലാം അവളുടെ വീട്ടിലുണ്ട്. ആ സമയത്ത് സ്വത്രം അവളെ ഒന്ന് പരീക്ഷിക്കുവാൻ, ഏലിയാവിൻ്റെ വിശ്വാസത്തിൻ്റെ പൂർണ്ണത എവിടെ ഉണ്ടെന്നൊന്ന് കാണുവാൻ സ്വർഗം അങ്ങ് തീരുമാനിച്ചു. കുഞ്ഞെ, സ്നേഹമുള്ള അപ്പനുണ്ടല്ലോ, ചില സമയങ്ങളിലൊക്കെ നിന്നെ ഒന്ന് തല്ലും. സ്വത്രം അത് എന്തിനാണെന്നറിയാമോ? അവിടുന്ന് അധികം സ്നേഹം വർദ്ധിച്ചു വരാനാണ്. സ്വത്രം ആ സമയത്ത് പിന്മാറിപ്പോകരുത് കുഞ്ഞെ. ഇയ്യോബ് പറഞ്ഞതുപോലെ നിൻ്റെ അകത്തു നിന്ന് പുറത്തു വരണം. യഹോവ തന്നതാ ഇതെല്ലാം, ഞാൻ അനുഭവിച്ച സന്തോഷവും സുഖവും നന്മയുമെല്ലാം എൻ്റെ ദൈവം എനിക്ക് തന്നതാ. അതുകൊണ്ട് അവൻ എന്ത് ചെയ്താലും അത് രണ്ട് കരവും നീട്ടി ഞാൻ സ്വീകരിക്കുന്നു പറഞ്ഞ് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കണം. സ്വത്രം. പക്ഷേ ഈ സഹോദരി സ്വത്രം എവിടേക്ക് നോക്കിയില്ല? ദൈവമുഖത്തേക്ക് നോക്കിയില്ല. പിന്നെ ആരെ നോക്കി? ഏലിയാവിനെ നോക്കി. പിന്നെ ആരെ നോക്കി? തൻ്റെ കൊച്ചിനെ നോക്കി. സ്വത്രം. നമ്മൾ ഓർക്കണേ, നമ്മുടെ ഇല്ലായ്മയുടെ നടുവിൽ, നമ്മുടെ വല്ലായ്മയുടെ നടുവിൽ, നമ്മുടെ കഷ്ടപ്പാടിൻ്റെ കാലത്തിൽ ലോകത്തിൽ ആരും വരാതെ ഇരുന്നപ്പോൾ സർവശക്തനായ ദൈവം നീ അറിയാത്ത വഴിയിലൂടെ നിന്നെ പുലർത്തിയ വിധങ്ങളെ ഓർക്കണം. മറന്ന് കളയല്ലോ കുഞ്ഞേ. നിന്നെ കരുതിയ ദൈവമുണ്ടല്ലോ, വഴിയിലിട്ടച്ച് പോകത്തില്ലെന്ന് നീ വിശ്വസിക്കണം. അന്ത്യത്തോളം ഈ ഭൂമിയിലെ യാത്ര തീർന്ന് നീ നിത്യരാജ്യത്തെത്തും വരെയും ലോകത്തിന് വിട്ടുകൊടുക്കാതെ നിന്നെ സുരക്ഷിതമായി കാക്കുവാൻ എൻ്റെ കർത്താവ് മതിയായവനെന്ന് വിശ്വസിച്ചിട്ട് കഷ്ടം വരുമ്പോഴും നഷ്ടം വരുമ്പോഴും ലാഭം വരുമ്പോഴും ദൈവത്തിന് മഹത്വം കൊടുക്കണം. അല്ലാതെ ലാഭമുള്ളപ്പോൾ നിൻ്റെ വഴിക്കും കഷ്ടം വരുമ്പോൾ ദൈവത്തിൻ്റെ വഴിക്കുമല്ല നീ പോകാൻ ആഗ്രഹിക്കേണ്ടത്. ഏതു നേരത്തും ഏത് സമയത്തും പിശാച് നിന്നെ തകർക്കും. സ്വത്രം. നോക്ക്, സന്തോഷം അകത്തളത്തിൽ വേട്ടയാടി. സ്വത്രം. അതെന്തായി മാറി? ശാപമായി. സ്വത്രം. അത് നിലവിളിയായി, അത് നിരാശയായി. സ്തോത്രം. ആ നിമിഷം വരെയും രാവും പകലും തുള്ളിച്ചാടി നടന്ന് സന്തോഷത്തോടെ നടന്ന ആ സാരാപത്തിലെ വിധവ നേരെ തിരിഞ്ഞ് ഏലിയാവിൻ്റെ നേരെ. സ്വത്രം. നടത്തിയ വഴികളും കരുതിയ നന്മകളും അവൾ മറന്നു. സ്വത്രം. ആ മറന്നവൾ പറഞ്ഞ വാക്കാണ് നാം വായിച്ച് കേട്ടത്. സ്തോത്രം. നീ എൻ്റെ പാപത്തെ ഓർമ്മിപ്പിക്കുവാനും സ്തോത്രം എൻ്റെ കുഞ്ഞിനെ കൊല്ലുവാനുമാണോടാ എൻ്റെ വീടിനകത്തേക്ക് ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് കടന്നു വന്നത്. അവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല, നമ്മൾ പറയുന്ന ഭാഷയാണ് ഞാൻ പറഞ്ഞത്. സ്വത്രം. ഞാൻ വിശ്വസിച്ചത് അവനൊരു ദൈവദാസനാണ്. അവൻ വന്നത് മുതൽ എൻ്റെ ക്ഷാമം അങ്ങ് മാറും, ഇനി ഒരിക്കലും എനിക്ക് പട്ടിണി വരത്തില്ലെന്നാ. പക്ഷേ ഇവൻ വന്ന് കയറിയത് സന്തോഷമാണെങ്കിലും പിന്നത്തേതിൽ എൻ്റെ ഭവനത്തിനകത്ത് നിരാശ കൊണ്ടുവന്ന്. അവനൊരു ദൈവദാസനല്ല. ഇവനൊരു ദൈവദാസനായിരുന്നെങ്കിൽ എൻ്റെ ഭവനത്തിനകത്ത് ഇങ്ങനൊരു കഷ്ടം വരത്തില്ലായിരുന്നു. സ്വത്രം. ആ സഹോദരി പ്രാകാൻ തുടങ്ങി, സഹോദരി കുറ്റം പറയാൻ തുടങ്ങി. എങ്ങനെ ഇവനെ പിന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൽ മതി എന്നുള്ള ചിന്താഗതിയിൽ അവൻ്റെ മുഖത്ത് നോക്കി, ഏലിയാവിൻ്റെ മുഖത്ത് നോക്കിയാണ് പറയുന്നത്, എൻ്റെ മകനെ കൊല്ലുവാനും എൻ്റെ പാപത്തെ ഓർമ്മിപ്പിക്കാനുമാണോ ഈ വീട്ടിൽ നീ കുടിയിരിക്കാൻ വന്നത്? സ്വത്രം. ഇറങ്ങിപ്പോ പറഞ്ഞു കാണുമായിരിക്കും, അത് പറഞ്ഞു കാണുമായിരിക്കും. അതിനപ്പുറം വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. കാരണം ആകെ പ്രതീക്ഷയുണ്ടായിരുന്ന തൻ്റെ നാളെ തന്നെ കരുതുമെന്ന് പറഞ്ഞ് തൻ്റെ കുഞ്ഞാ തനിക്ക് നഷ്ടപ്പെട്ടത്. അപ്പോൾ പിന്നെ പറയത്തില്ലയോ? പറയും. സ്വത്രം. എന്തിനു പറയുന്നത്? ദൈവമക്കളായ നമ്മൾ എത്രയും ദൈവത്തിൻ്റെ നന്മ അനുഭവിച്ചാലും നമ്മളും ചില സാഹചര്യത്തിൽ പറയുമല്ലോ ഇത്. പിന്നെ ആ പാവപ്പെട്ട സഹോദരിയെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റുമോ? സ്വത്രം. നമ്മുടെ സ്വഭാവം തന്നെയാണ് വിശുദ്ധ ബൈബിൾ വ്യക്തമായി എഴുതി വച്ചിരിക്കുന്നത്. പക്ഷേ അത്രയും ദിവസവും ദേശം മുഴുവൻ ക്ഷാമത്തിൽ കിടക്കുമ്പോൾ തന്നെ പുലർത്തിയ ആ പാവപ്പെട്ട സഹോദരിയെ വിട്ടേച്ചു പോകുവാൻ ഏലിയാവിന് മനസ്സ് വന്നില്ല. സ്വത്രം. സ്വത്രം. ഒരു ഹല്ലേലൂയ പറയാമെങ്കിൽ പറ. സ്വത്രം.
തന്നെ പുലർത്തിയ ആ സഹോദരിയുടെ കണ്ണുനീര് തുടയ്ക്കാതെ താൻ അവിടുന്ന് പോകത്തില്ലെന്ന് ഹൃദയത്തിനകത്തൊരു തീരുമാനമെടുത്തു ഏലിയാവ്. സ്തോത്രം. എന്നിട്ട് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് മാളിക മുറിയുടെ മുകളിൽ കയറിയിട്ട് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. ഈ നല്ല പകല് നിങ്ങളോട് പറയട്ടെ, പ്രതികൂലം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ സാഹചര്യങ്ങളെ നോക്കി, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികളെ നോക്കി കുറ്റം പറഞ്ഞ് പരിഹസിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു പോകുകയല്ല കുഞ്ഞെ വേണ്ടത്. പ്രതിസന്ധിയുടെ നടുവിലും പ്രതികൂലത്തിന് നടുവിലും നിന്നയുടെ നടുവിലും ഏലിയാവ് നോക്കിയതുപോലെ നീ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയണം, കർത്താവേ, നീ എൻ്റെ ദൈവമാണെങ്കിൽ, നീയാണ് എന്നെ ഇവിടത്തോളം കൊണ്ടുവന്നെങ്കിൽ, നീയാണ് എന്നെ ഇത്രത്തോളം നിർത്തിയതെങ്കിൽ, ഇപ്പോൾ നിന്റെ പ്രവൃത്തി എനിക്ക് കണ്ടേ മതിയാകൂ. ഇത് പറയാൻ നിനക്ക് ധൈര്യമുണ്ടോ? നീ അവൻ്റെ പൈതലാകുഞ്ഞേ, നീ അവൻ്റെ പൈതലാകുഞ്ഞേ. സ്തോത്രം. നോക്ക്, 2 മക്കൾ, ഒരു അപ്പനുണ്ടായിരുന്നു. സ്തോത്രം. ലൂക്കോസിന് സുവിശേഷം 15-ാം അധ്യായം 18-ാം വാക്യം 18 മുതൽ 21 വരെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 18 മുതൽ 21 വരെ വായിച്ചാൽ അവിടെ കാണാൻ കഴിയും. ഒരപ്പന് 2 മക്കൾ. സ്തോത്രം. ആ മക്കൾ, സ്തോത്രം, അപ്പൻ്റെ കൂടെ സകലത്തിനും കൂടെ നിൽക്കുന്ന മകൻ. പക്ഷേ ഇളയ മോനൊരു ആഗ്രഹം. ഈ അപ്പനെ പിൻഗമിക്കാൻ തുടങ്ങിയിട്ട് വർഷം കുറയായി. സ്തോത്രം. ഈ അപ്പൻ്റെ കൂടെ നടന്ന് എൻ്റെ ബാല്യം മുഴുവനും എൻ്റെ യൗവനം മുഴുവനും തീർന്നു പോകത്തേ ഉള്ളൂ. എന്നെപ്പോലെ സ്വത്രം എത്രയോ ചെറുപ്പക്കാർ പട്ടണത്തിൽ അടിച്ച് പൊളിച്ച് സന്തോഷത്തോടെ സുഖലോലുപതോടെ ജീവിക്കുന്നു. ഞാനോ അപ്പൻ്റെ കൂടെ ആടുകളെ മേയിച്ച് അപ്പൻ വച്ചു തരുന്ന തിന്ന് അപ്പൻ്റെ കൂടെ, അപ്പൻ്റെ ബാല്യക്കാരുടെ കൂടെ നടക്കണമെന്നൊരു ഗതികേട് എനിക്ക് വന്നല്ലോ. അതുകൊണ്ട് അപ്പ, ഇനി നിന്നെ പിൻപറ്റാൻ ഞാൻ തയ്യാറല്ല. എനിക്ക് തരാനുള്ള വീതം എനിക്ക് താ. സ്തോത്രം. എൻ്റെ ഭാഷയിൽ ഞാനൊന്ന് പറയട്ടെ, ബൈബിളിൽ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല എങ്കിലും പറയട്ടെ. അപ്പൻ ചോദിച്ചാണ്, മക്കളെ, നിന്നെ ഇത്രയും വളർത്തിയെടുത്ത് നീ നശിക്കാനല്ല മക്കളെ, നീ നന്നായി നല്ലൊരു ജീവിതം ജീവിച്ച് തീർക്കാൻ വേണ്ടിയാ. മക്കൾ പോണോ? മക്കൾക്ക് ഇതെല്ലാം നിൻ്റെ കയ്യിലില്ലയോ? പിന്നെ നീ എന്തിനായി ഇപ്പം നീ ഇതും കൊണ്ട് പോകാൻ ശ്രമിക്കുന്നത്? മോനെ, പോവണ്ടടാ. ലോകം മോശമാടാ. ലോകത്തിൽ കാണുന്നവരൊന്നും നീ ആഗ്രഹിക്കുന്ന സ്നേഹം തരാൻ കഴിവുള്ളവരല്ലടാ കുഞ്ഞെ. അവരൊക്കെ കാണുന്നതും കേൾക്കുന്നതും നിൻ്റെ കയ്യിലെ പണവും നിൻ്റെ ആരോഗ്യവും ബലവുമാണ്. അത് തീരുമ്പം അവരെല്ലാവരും നിന്നെ ഇട്ട് കളയും മോനെ. അതുകൊണ്ട് പോവണ്ടടാ. സ്തോത്രം. മോൻ തിരിഞ്ഞു നിന്നുകൊണ്ട് അപ്പ, ഞാൻ ഇത്രയും നേരം സ്നേഹത്തോടെ നിങ്ങളോട് പറഞ്ഞു, ഇനി എൻ്റെ സ്വഭാവം മാറ്റരുത്. അങ്ങോട്ട് മര്യാദയ്ക്ക് എനിക്ക് തരാനുള്ള വീതം എനിക്ക് ഇപ്പം കിട്ടണം. അപ്പൻ്റെ നിറകണ്ണുകളോടെ തൻ്റെ മകൻ്റെ വീതമെല്ലാം തൻ്റെ മകൻ എഴുതി കൊടുത്തു. കൈ കിട്ടിയപ്പോൾ എൻ്റെ ഭാവനയിൽ ഞാനിങ്ങനെ പറയാം, അവൻ തുള്ളിച്ചാടി സന്തോഷിച്ചു. കാരണം പട്ടണത്തിൽ പോയി വലിയ ബിസിനസ് ചെയ്ത് എൻ്റെ അപ്പനേക്കാൾ വലിയ പണക്കാരനായി എൻ്റെ അപ്പൻ്റെ മുമ്പിൽ വന്ന് ഞെളിഞ്ഞ് നിന്നിട്ട് പറയണം, അപ്പ ഇപ്പം മനസ്സിലായോ ഞാൻ പറഞ്ഞതിൻ്റെ ആഴം അർത്ഥം എന്താണെന്ന്? അപ്പം മണ്ടനാപ്പ, അപ്പം പൊട്ടനാപ്പ, അപ്പനി ആടും മാടും കൃഷിയായിട്ട് ഇവിടെ ഇങ്ങനെ കടന്നു, ഞാൻ പട്ടണത്തിൽ പോയി കാണിച്ചു തരാം. സ്തോത്രം. എൻ്റെ മോൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു. സ്തോത്രം. ഓ, അപ്പം പഴയ പണ്ടത്തെ പാളയിലെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് ആ കാലമല്ലപ്പാ, ഇത് കാലം വേറെയാ. സ്തോത്രം. ഇത് കാലം വേറെയാപ്പാ. അപ്പം പണ്ട് പാള നിക്കറ് വിട്ട് പാളയ്ക്കകത്ത് നിരങ്ങി നടന്നു പറഞ്ഞ് ഞങ്ങൾക്കങ്ങനെ നിരങ്ങേണ്ട ആവശ്യമില്ലപ്പാ. മോനെ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. അതേ ഞാൻ പറഞ്ഞുള്ളൂ. സ്വത്രം. അപ്പൻ്റെ കയ്യിൽ നിന്നെല്ലാം വാങ്ങിച്ചുകൊണ്ട് സ്വത്രം മോൻ പട്ടണത്തിൽ പോയി. അവൻ്റെ വരവ് തന്നെ ഒരു പ്രത്യേക പവറായിരുന്നു. കാരണം കൈ നിറച്ച് പൈസയുണ്ട്. സ്വത്രം. വഴി കണ്ടവരും കേട്ടവരും എല്ലാവരും അവൻ്റെ കൂടെ കൂടി. ഓരോരുത്തരും ഓരോ ബിസിനസ് ചെയ്യാൻ അവനെ പ്രേരിപ്പിച്ചു. സ്വത്രം. എല്ലാ ബിസിനസ്സും അവൻ ചെയ്യാൻ തുടങ്ങി. ആദ്യം അവൻ കുറേ കാറിൻ്റെ ബിസിനസ് തുടങ്ങി, പിന്നെ റിയൽ എസ്റ്റേറ്റ് പരിപാടി തുടങ്ങി. അത് പറഞ്ഞിട്ട് പിന്നെ ഈ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് മറ്റേ പിന്നെ സ്റ്റോക്ക് മാർക്കറ്റ്, അതിനകത്ത് പൈസ നിക്ഷേപിച്ചു. സ്വത്രം. ആദ്യം തൻ്റെ കാറ് നഷ്ടമായി, തൻ്റെ കാറ് കമ്പനി നഷ്ടമായി, കടം കയറി മുടിഞ്ഞു. സ്റ്റോക്ക് മാർക്കറ്റിൽ കടന്ന് പൈസ എടുത്ത് ഇത് വീട്ടാൻ വേണ്ടി ശ്രമിച്ചു, ഇതും പോയി അതും പോയി.
സ്വത്രം. ഒടുവിൽ അവൻ തൻ്റെ സ്നേഹിതരുമായി റിയൽ എസ്റ്റേറ്റ് പരിപാടി തുടങ്ങി. 100 ഇട്ടാൽ 1000 കൊയ്യാം. സ്വത്രം. പറഞ്ഞ് കളിപ്പിച്ചും വെട്ടിച്ചും തട്ടിച്ചും ആരെയൊക്കെ കുപ്പിയിലിറക്കി വസ്തുക്കച്ചവടം നടത്തി പണമുണ്ടാക്കാമെന്ന് പറഞ്ഞ് അവൻ ഒരു വലിയ വസ്തുവിന് അഡ്വാൻസ് കൊടുത്തു. 53 കോടി രൂപയുടെ ഒരു വസ്തു അങ്ങ് എഗ്രിമെൻ്റ് ചെയ്തു. സ്വത്രം. അങ്ങനെ 3 കോടി രൂപ അവൻ കൊടുത്തു. പക്ഷേ ആ 3 കോടി രൂപ വാങ്ങിച്ചുകൊണ്ട് പോയാൽ തിരിച്ചു വന്നില്ല. ആ 3 കോടി നഷ്ടമായ സങ്കടത്തിൽ കൂട്ടുകാർ പറഞ്ഞു, നീ എന്തിനാ വിഷമിക്കുന്നത്, നമുക്ക് അടുത്ത സെയിൽ ചെയ്യാം. അങ്ങനെ സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് ആ നഷ്ടപ്പെട്ട 3 കോടിയും ബാക്കി ഇതിൻ്റെ മുതലോടെ ചേർത്ത് നമുക്ക് എത്ര കിട്ടുമെന്നറിയാമോ? 60 കോടി. അവൻ്റെ അകത്ത് ഭയങ്കര സന്തോഷമായി. സ്വത്രം. അവൻ കൊണ്ടുചെന്ന് 50 കോടി രൂപ അഡ്വാൻസ് കൊടുത്തു. സ്വത്രം. ആ കോടിയും കൊണ്ട് അവനും മുങ്ങി. സ്വത്രം. കൂടെ നിന്ന് സ്നേഹിതന്മാർ കൈമലർത്തി. ഒടുവിൽ എല്ലാം അവൻ്റെ ജീവിതത്തിൽ വ്യാപാരം ചെയ്ത് ലാഭത്തിന് പകരം നഷ്ടമായി. ഒരു നേരത്തെ ആഹാരം വാങ്ങിക്കൊടുക്കുവാൻ ഒരു സ്നേഹിതരും തൻ്റെ ജീവിതത്തിൽ ഇല്ലാതെ വന്നു. സ്വത്രം. ഇത് പറയുമ്പം എൻ്റെ അടുത്ത് ഒരാൾ ഫോൺ വിളിച്ച് പറഞ്ഞ ഒരു ചരിത്രം കൂടി പറയണമല്ലോ. സ്വത്രം. ഷെയർ മാർക്കറ്റിൽ പാസ്റ്ററെ ഞാൻ കുറേ പൈസ കൊണ്ടിട്ടു. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ലാഭമായിരുന്നു പാസ്റ്ററെ. ഇപ്പോൾ ലാഭവും പോയി, മുതലും പോയി, മനസ്സ് വല്ലാതെ തകർന്നിരിക്കുന്ന പാസ്റ്ററെ. സ്വത്രം. ഇവിടെ ഈ മത്തംപാലയിൽ സ്വത്രം ഒരു ബാങ്കിൽ കുറേ പൈസ കൊണ്ടിട്ട് എത്രയോ കോടി രൂപ ഓരോരുത്തർക്ക് നഷ്ടമായി. ലാഭമുണ്ടാക്കാൻ പോയതാ. സ്വത്രം. നഷ്ടമായി. അങ്ങനെയാണെങ്കിൽ ഈ പാവപ്പെട്ട സഹോദരൻ എല്ലാ സ്നേഹിതരോടും ചെന്ന് കെഞ്ചി കാണും. സ്വത്രം. വിശക്കുന്നടാ, ആഹാരം കഴിച്ചിട്ട് ദിവസങ്ങളാടാ, ഒരു ചായയെങ്കിലും വാങ്ങിച്ച് തടാ. എല്ലാവരും അവനെ തള്ളിക്കളഞ്ഞു. സ്വത്രം. വചനം അങ്ങോട്ട് പഠിച്ചാൽ അങ്ങ് കാണാൻ കഴിയും. ആ ഭാഗത്തൊന്നും പോകുന്നില്ല. ഒടുവിൽ ഒരു നേരത്തെ ആഹാരം കിട്ടാതെ, സ്വത്രം, ഒരിറ്റു വെള്ളം കിട്ടാതെ അവൻ വെള്ളം തേടി അലഞ്ഞ് ഒടുവിൽ മരുഭൂമിയിൽ ഒട്ടകങ്ങളിടയിൽ പന്നികളിടയിൽ ചെന്ന് ആ പന്നിക്ക് കൊടുക്കുന്ന വെള്ളമെങ്കിലും കുടിച്ചു വയറ് നിറയ്ക്കാമെന്ന് ചിന്തിച്ചിട്ട് ആ പന്നി മേയ്ക്കുന്ന പന്നിയുടെ മോലാളിയോട് പറഞ്ഞു, ഞാൻ ഈ പന്നിയെ മേയ്ക്കാം, എനിക്ക് ആഹാരം തന്നാൽ മാത്രം മതി, പൈസയൊന്നും വേണ്ട. സ്വത്രം. പക്ഷേ അവൻ ആഹാരത്തിന് സമയത്തിന് മുമ്പ് വിശപ്പിൻ്റെ ആക്രാന്തം മൂത്ത് ആ പന്നിക്ക് കൊടുത്ത് വാളവരെ വാരി അങ്ങ് തിന്നു. നേരത്തിന് മുമ്പേ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയ അതും നിനക്ക് കെണിയായിട്ട് വരും. അതുകൊണ്ട് സമയം ദൈവം തരുന്നത് വരെയും ദൈവത്തിന് സനം ഉറപ്പും ധൈര്യമുള്ളവരുടെ നിൽക്കണം. അവസാനം അടിയും വാങ്ങിച്ച് പുളിയും കുടിച്ച് ഇപ്പം എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ കഴിയാതെ പ്രാർത്ഥന നടത്തി ദൈവത്തെ ആരാധിച്ച് ദൈവത്തോടും അപ്പനോടും കൂടെ എന്ന മകനിപ്പം തലകുമ്പിട്ട് താടിയും മുടിയും വളർന്ന് സ്വത്രം കണ്ടാൽ ആളല്ലാത്ത രൂപത്തിൽ മാറ്റപ്പെട്ടു. അവന് തലയൊന്നും നോക്കാൻ കഴിയാതെ വിശന്ന് തളർന്ന് അവൻ ആ കുനിഞ്ഞിരുന്നു കൊണ്ട് അവൻ അപ്പനെ ഓർത്തു. പ്രൈസ് ദി ലോർഡ്. ലോകം നിനക്ക് തരാൻ പോകുന്നത് കുഞ്ഞെ സന്തോഷമല്ലെന്ന് ഓർക്കണം. നിന്റെ സ്നേഹിതർ നിനക്ക് തരാൻ പോകുന്നത് സന്തോഷമല്ലെന്ന് ഓർക്കണം. നിന്റെ കുടുംബക്കാർ നിനക്ക് തരുമെന്ന് ആഗ്രഹിക്കുന്ന സന്തോഷം നിനക്ക് കിട്ടിയെന്ന് വരത്തില്ല. നിന്റെ മാതാപിതാക്കൾ നിന്നെ സ്നേഹിക്കും കരുതുമെന്ന് നീ വിശ്വസിച്ചാൽ ഒരു പരിധി കഴിയുമ്പം അവരും നിന്നെ ഇട്ടച്ച് പോകുമെന്ന് നീ തിരിച്ചറിയണം. എന്നാൽ നിന്നോട് കൂടെ ദൈവമുണ്ടെങ്കിൽ ലോകം നിൻ്റെ കൂടെ നിൽക്കും, നിന്റെ സ്നേഹിതർ നിൻ്റെ കൂടെ നിൽക്കും, നിന്റെ മാതാപിതാക്കൾ നിൻ്റെ കൂടെ നിൽക്കും, ചുറ്റുപാടുമുള്ളവർ നിൻ്റെ കൂടെ നിൽക്കും. ഏത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കും. സ്തോത്രം. അന്നേരം കിട്ടുന്ന നന്മയുടെ പുറകെ കർത്താവിൻ്റെ മഹത്വത്തെ ത്യജിച്ച് പോകാൻ ശ്രമിച്ചാൽ, അപ്പം കിട്ടുന്ന സന്തോഷത്തിൻ്റെ പുറകെ നീ പോകാൻ ശ്രമിച്ചാൽ, സ്തോത്രം, നീ തോൽക്കുമ്പോൾ ലോകമോ ആ സ്നേഹിതരോ കൂട്ടുകാരോ നിൻ്റെ കൂടെ വരത്തില്ല. എന്നാൽ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ സകലതും നിൻ്റെ പിന്നാലെ വരും. സ്തോത്രം. അവൻ പറഞ്ഞൊരു വാക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കണേ. ലൂക്കോസിന്റെ സുവിശേഷം പഠിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയും, ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ പോകും. സ്തോത്രം. ഞാൻ എൻ്റെ അപ്പനോട് പറയും എനിക്ക് തെറ്റുപറ്റിയെന്ന്. സ്തോത്രം. അങ്ങനെയല്ലേ പറഞ്ഞത്?
ഞാൻ എൻ്റെ അപ്പനോട് പറയും, അപ്പ എനിക്ക് തെറ്റുപറ്റി. സ്വത്രം. അവൻ ആ തീരുമാനമെടുത്ത സമയം അവന് വേണ്ടി സ്വർഗം ഒരു പുതുവഴി തുറന്നു. സ്വത്രം. ഇനി ഈ മകൻ അപ്പനെ വിട്ടച്ച് പോയപ്പം നമ്മൾ പറയുന്ന പോലെ അവൻ പോട്ടെന്നേ, അവൻ അനുസരണം കെട്ടവനാ, അവൻ പറഞ്ഞാൽ കേൾക്കാത്തവനാ, അവൻ പോട്ടെ, ഇനി അവനെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അപ്പൻ തള്ളിക്കളഞ്ഞോ? നല്ല അപ്പനാ നിന്നെ സ്നേഹിക്കുന്നെങ്കിൽ നീ എന്ത് കുരുത്തക്കേട് കാണിച്ചാലും ക്ഷമിച്ച് നിന്നെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കും. അതാ എൻ്റെ അപ്പച്ചൻ. സ്വത്രം. എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ നിന്റെ കുരുത്തക്കേടുകൾ ക്ഷമിച്ച് നിന്നെ ചേർത്ത് പിടിക്കാൻ കഴിവുള്ളവനാ. അനുദപിച്ച് മടങ്ങി വരണമെന്ന് മാത്രം. ഓരോ വർഷം കഴിയും തോറും ആ പിതാവ് തൻ്റെ മകനെ നോക്കി 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 നോക്കിയിരിക്കുക. എൻ്റെ കുഞ്ഞു പട്ടണത്തിൽ പോയി രക്ഷപ്പെട്ട് കാണത്തില്ല, അവൻ്റെ പണമെല്ലാം എല്ലാവരും തകർത്ത് കളഞ്ഞ് കാണും, എൻ്റെ കുഞ്ഞെന്ത് തിന്നോ എന്ത് കുടിച്ചോ എന്നെനിക്കറിയത്തില്ല. ഓരോ വർഷവും പിറന്നാളാകുമ്പോൾ അപ്പൻ പുതിയ പുതിയ ഉടുപ്പ് വാങ്ങിക്കൊണ്ട് വന്നിട്ട് വാതിലിരുന്ന് നോക്കും, എൻ്റെ കുഞ്ഞു വന്നോ, എൻ്റെ കുഞ്ഞു വരുന്നോ. വന്നില്ല എന്ന് കാണുമ്പോൾ ആ ഉടുപ്പ് കൊണ്ട് ചെന്ന് മേശയ്ക്കകത്ത് അട്ടിയിട്ട് വെക്കും. എൻ്റെ കുഞ്ഞു വരുമ്പം ഇതെല്ലാം എൻ്റെ കുഞ്ഞിന് കൊടുക്കണം. ഓരോ വർഷം കഴിയുമ്പോഴും ആ ഉടുപ്പിൻ്റെ വലിപ്പം വർദ്ധിച്ചു കൊണ്ടേയിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞ് തൻ്റെ മകൻ ദൂരത്ത് നിന്ന് വരുന്ന കണ്ടപ്പോൾ അപ്പൻ തിരിഞ്ഞു നിന്ന് ചീത്തയല്ല പറഞ്ഞത്, സ്വത്രം. പിന്നെയോ ഓടിച്ചെന്നു. സ്വത്രം. നമ്മളാണെങ്കിൽ ഓടിച്ചെല്ലുവോ? സകലതും നശിപ്പിച്ച് സകലതും നാറാണക്കല്ലാക്കി സമൂഹത്തിനും നാടിനും വീടിനും കൊള്ളാത്തവനായി അവനെ വീട്ടിക്കറ്റൽ എന്ന് പറയും. പക്ഷേ എൻ്റെ സ്വർഗത്തിലപ്പൻ അതല്ല. ക്ഷമിക്കുവാനും സഹിക്കുവാനും സ്നേഹിക്കുവാനും കഴിവുള്ളവനാ. എന്തെല്ലാം തെറ്റും കുറ്റവും നിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിലും അത് തെറ്റായി പോയി എന്ന് നീ സമ്മതിക്കുന്ന സമയത്ത് കർത്താവ് നിൻ്റെ അടുക്കൽ വരും. എന്നെ മറന്ന് കളയല്ലേ എന്ന് നീ ഉയരത്തിലേക്ക് നോക്കി നിന്നെ വീണ്ടെടുത്ത ദൈവത്തോട് നീ പറഞ്ഞാൽ സ്വർഗം നിൻ്റെ ചാരത്ത് വന്നതിനെ ചേർത്ത് പിടിക്കും. ദൂരത്തു നിന്ന് വരുന്ന മകനെ കണ്ടിട്ട് അപ്പനോടിച്ചെന്ന് വാരി പുണർത്തിട്ട് അവൻ്റെ പഴയ വസ്ത്രമെല്ലാം മാറ്റിയിട്ട് പുതിയ വസ്ത്രം അവനെ ധരിപ്പിച്ചു. അവരെ താടിയും മുടിയും വെട്ടി അവനെ ശോഭയുള്ളവനാക്കി തീർത്തു. കുഞ്ഞേ, കരഞ്ഞ് കലങ്ങിയ കണ്ണുമായിട്ടല്ല കർത്താവ് നിന്നെ നടത്താൻ ആഗ്രഹിക്കുന്നത്. ഉടഞ്ഞുപോയ ഹൃദയത്തിന് അവകാശിയായിട്ടല്ല കർത്താവ് നിന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. സ്വത്രം. സകലതും മാറിയവനായി സന്തോഷത്തിൻ്റെ ഉല്ലാസത്തിൻ്റെ ജയത്തിൻ്റെ നാളുകൾ തന്ന് നിന്നെ കരം പിടിച്ച് ശ്രേഷ്ഠന്മാരുടെ നടുവിൽ ഉന്നതയാക്കി നിർത്താനാ കർത്താവ് നിന്നെ വിളിച്ചത്. സ്തോത്രം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വിളിയും തെരഞ്ഞെടുപ്പും നീ സാരമില്ല എന്ന് പറഞ്ഞ് തള്ളിയിട്ട് ലോകത്തിൻ്റെ പുറകെ നീ പോയാൽ ആ മുടിയും പുത്രനെ പോലെ തകർന്നു പോകുകയല്ലാതെ നീ ഉയർച്ച പ്രാപിക്കത്തില്ല. എന്നാൽ അപ്പൻ പറയുന്നത് കേട്ട് അനുസരിച്ച് അത് പ്രകാരം നീ ജീവിച്ചാൽ സ്തോത്രം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 1, 2, 3 വാക്യം വായിച്ചാൽ എന്താകുമെന്നറിയാൻ കഴിയും. സ്തോത്രം. ഒന്ന് വായിച്ചാൽ ആ വാക്യം മാത്രം. സ്തോത്രം. എഫെസ്യർക്ക് ലേഖനം 6-ാം അധ്യായം 1, 2, 3 വാക്യം. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ, നാട്ടുകാരെ അനുസരിക്കാനല്ല പറഞ്ഞു. നാട്ടുകാരെ അനുസരിക്കണം, അനുസരിക്കണ്ട എന്നല്ല. പക്ഷേ അപ്പനെയും അമ്മയും അനുസരിക്കുന്നവൻ നാട്ടുകാരെയും അനുസരിക്കും. സ്വത്രം. വീട്ടുകാരെയും അനുസരിക്കും, കൂടപ്പുറപ്പുകളെയും അനുസരിക്കും. അപ്പം അപ്പനെ അമ്മയെ അനുസരിക്കാത്തവൻ ദൈവത്തെ അനുസരിക്കത്തില്ല. സ്വത്രം. ദൈവവചനത്തെ അനുസരിക്കത്തില്ല. ഇവിടെ വചനം പറയുന്നു, നിങ്ങളുടെ അപ്പനെ അമ്മയും അയക്ക്. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ. അത് ന്യായമല്ലോ. നിനക്ക് നന്മയുണ്ടാകുവാനും. നിനക്ക് നന്മ ഉണ്ടാകണമെങ്കിൽ അപ്പനും അമ്മയും പറയുന്ന കേൾക്കണം, അനുസരിക്കണം. ഈ ഭൂമിയിൽ ദീർഘായുസോടിരിക്കാനും. നിനക്ക് ദീർഘായുസോടിരിക്കണമെങ്കിൽ. സ്വതന്ത്രം. ആ മുടിയം പുത്രം പോയ സമയത്ത് അവൻ്റെ ഇത്രയും പണം ഉണ്ടെന്ന് അറിഞ്ഞെങ്കിൽ ആരെങ്കിലും അവനെ കത്തിത്തുമ്പിലാക്കുമായിരുന്നു. പക്ഷെ അതാർക്കും അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് അവൻ്റെ പ്രാണനെങ്കിലും തിരിച്ചു കിട്ടി. സ്വതന്ത്രം. അപ്പം എന്താണ്? ദീർഘായുസ്. ആർക്കേ തരാൻ പറ്റത്തുള്ളൂ? ദൈവത്തിനേ തരാൻ പറ്റത്തുള്ളൂ. സ്വത്രം. വചനം എന്താ പറയുന്നറിയാമോ? ഏറിയാൽ 70, ഇല്ലെങ്കിൽ 80 സംവത്സരം. പിന്നീടുള്ള കാലം കഷ്ടവും ദുഃഖവും ദുരിതവും നിറഞ്ഞതാ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വാക്തത്വമായ നിൻ്റെ മക്കളുടെ മക്കൾ
അവരെയും നീ കാണും. നിൻ്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകും. എന്തു വേണം? ദൈവത്തെ അനുസരിക്കണം, അപ്പനെ അമ്മയും ബഹുമാനിക്കണം, ദൈവവചനപ്രകാരം ജീവിക്കണം. അങ്ങനെ ജീവിച്ചാൽ എന്നെ പോലെ ദീർഘായുസോടെ ഇരിക്കും. സ്വത്രം. അന്നെ പാസ് 60 വയസ്സാണോ ദീർഘായുസ്? സ്വത്രം. 60 വയസ്സാണോ ദീർഘായുസ്? അല്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തം എന്തുവാ? നിൻ്റെ മക്കളുടെ മക്കളെയും നീ കാണും, നിനക്ക് സമാധാനമുണ്ടാവും. ഒരു ഹല്ലേലൂയ പറയെങ്കിൽ പറ. സ്വത്രം. അങ്ങനെയാണെങ്കിൽ ആ വാഗ്ദത്തം പ്രാപിച്ചവനാ ഞാൻ. ഇനി സമാധാനത്തോടെ കിടന്നുറങ്ങുന്നത്, ആരോഗ്യത്തോടെ ബലത്തോടെയാണ് നിൽക്കുന്നത്. ലോകം പറഞ്ഞ വാക്ക് കേട്ടിട്ടല്ല, ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ച്